നമ്മൾ യു എയിലേക്ക് ഒന്ന് പോകുന്നു. യു എയിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഈ പുതുവത്സര ആഘോഷങ്ങൾ പൊടിക്കുന്നു. അവിടെ അരുൺ പാറാട്ട്, എന്റെ പാറാട്ടെ. ഓക്കെ, അരുൺ പാറാട്ടെ, നമസ്കാരം. നമസ്കാരം. അരുൺ പാറാട്ട് തിരിച്ച് നമസ്കാരം പറയത്തില്ല, ഓൾറെഡി റെഡിയാക്കി റിപ്പോർട്ടാ. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, പ്ലേ ചെയ്തോളൂ. നമ്മളിവിടെ ഉണ്ട്. പുതുവർഷ ആഘോഷങ്ങൾക്കായി എല്ലാ അർത്ഥത്തിലും യു എ ഒരുങ്ങി കഴിഞ്ഞ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ 7 മണിയോട് അടുക്കുകയാണ് ഇവിടെ സമയം. ഇപ്പോൾ തന്നെ വിവിധ ഇടങ്ങളിൽ ആഘോഷ പരിപാടികളുടെ മേളം തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യു എയുടെ എല്ലാ എമിറേറ്റുകളിലും, അബുദാബി ആയാലും ദുബായ് ആയാലും റാസൽ ഖൈമ ആയാലും അജ്മാൻ ആയാലും ഷാർജ ആയാലും ഉൾപ്പെടെയുള്ള എല്ലാ എമിറേറ്റുകളിലും ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ 50 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണ് അബുദാബിയിൽ നടക്കുന്നത്. അബുദാബി അൽ വത്ബയിലാണ്. അവിടെയുള്ള ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് ഈ ഒരു വലിയ ഗംഭീര വെടിക്കെട്ട് അബുദാബിയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ 25ഓളം മേഖലകളിൽ മറ്റിടങ്ങളിലും അബുദാബിയിൽ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. ബുർജ് ഖലീഫയിലെ ആഘോഷമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വലിയ വിസ്മയ കാഴ്ചയാണ് ബുർജ് ഖലീഫ ഇത്തവണയും പുതുവത്സരത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. അവിടെ 9 മിനിറ്റ് നീളത്തിലുള്ള വെടിക്കെട്ടായിരിക്കും ബുർജ് ഖലീഫയിൽ നടക്കുക. അതോടൊപ്പം തന്നെ ലേസർ ഷോ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ ലേസർ ഷോ കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കും എന്നതാണ് ബുർജ് ഖലീഫ അധികൃതർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതിനായി കാത്തിരിക്കുകയാണ് ആളുകൾ എല്ലാവരും. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ യു എയിലെ ആഘോഷ പരിപാടികൾ കാണുവാനായി എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് റാസൽ ഖൈമയിലാണ്. ഇവിടെയാണ് മറ്റൊരു റെക്കോർഡ് ഭേദിക്കുന്ന വെടിക്കെട്ട് നടക്കുന്നത്. ഇവിടെ അൽ മർജാൻ ഐലൻഡ്, എൻ്റെ അവിടെ കാണുന്നതാണ് അൽ മർജാൻ ഐലൻഡ്. ഈ അൽ മർജാൻ ഐലൻഡിൽ 4 കിലോമീറ്ററിലധികം നീളത്തിൽ വെടിക്കെട്ട് നടക്കും. ഈ അൽമർജാൻ ഐലൻഡാണ് ഗിന്നസ് റെക്കോർഡ് ഭേദിക്കുന്ന മറ്റൊരു സ്ഥലം. ഇവിടെ ലേസർ ഷോയും അതോടൊപ്പം തന്നെ ഡ്രോൺ ഷോയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 15 മിനിറ്റോളം നീളത്തിൽ ഇവിടെ 12 മണിയാകുമ്പോൾ ഈ അൽമർജാൻ ഐലൻഡിൽ വെടിക്കെട്ട് ഉണ്ടാകും. ഇത് കാണുവാനായി ഇവിടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇതിനോടൊപ്പം തന്നെ ആളുകൾ എത്തിക്കഴിഞ്ഞു. ആളുകളുടെ നിര തന്നെ വലിയ തോതിൽ തന്നെ ഉണ്ട്. 45,000 50,000-ഓളം പാർക്കിങ്ങുകൾ അടക്കം സജ്ജമാക്കി പഴുതടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് യു എ പുതുവർഷത്തെ വരവേൽക്കാനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നത്. ആഘോഷ പരിപാടികൾ എങ്ങും തന്നെ നടക്കുകയാണ്. 12 മണിയാവാൻ കാത്തിരിക്കുകയാണ്. യു എയുടെ വിവിധ ഇടങ്ങളിൽ വിസ്മയ കാഴ്ചകളാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ പാറാട്ടെ. യു എയിലുള്ള പ്രത്യേകിച്ച് ബുർജ് ഖലീഫയിലുള്ള ഈ പുതുവത്സരം നമുക്ക് ഇന്നൊന്ന് കാണണം. തകർക്കും ബുർജ് ഖലീഫ. ഈ പരിപാടി ബുർജ് ഖലീഫയിൽ വിജയകുമാർ, നമ്മുടെ ഈ കമ്പനി ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഷിബിൻ ബഷീർ പറയുന്നു അലമ്പൻ ടീംസിന് അലമ്പൻ ടീംസിന് ഹാപ്പി ന്യൂ ഇയർ. നമ്മളെല്ലാം മാത്രമല്ല ഫസ്റ്റ് പ്രൈസ് ആർക്കും ഇല്ല. ഞാൻ ഒരു കൗതുകമുള്ള ഒരു ഇൻഫർമേഷൻ പറയട്ടെ. അതായത് പുതുവർഷം ലോകം ചുറ്റിയെത്താൻ 14 മണിക്കൂർ എടുക്കും. അത് അങ്ങനെയാണ്. അതായത് ഇന്ത്യൻ സമയം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മധ്യ പസഫിക് സമുദ്രത്തിലെ കിരിബാത്തി ദ്വീപിലെ കിരിട്ടിമാത്തി ദ്വീപിൽ എത്തിയത്. അത് 3:30 എത്തി ഇന്ത്യൻ സമയം. അപ്പോ നമ്മൾ ഇനിയിപ്പോ ലോകത്ത് അവസാനമായി പുതുവർഷം എത്തുന്ന അമേരിക്ക കടന്ന ഓഷ്യാന രാജ്യമായ സമോവയിലാണ്. അതായത് ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 4:30 അവിടെ എത്തുക. ഡോക്ടർ ജംഷിദ് ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയർമാൻ 24 ചെയർമാൻ ആലിക്കൽ മുഹമ്മദ് സാറിന്റെ മരുമകനാ. അതേ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ ജംഷിദ് സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ ഇപ്പം ഒന്ന് ഞെട്ടിക്കാണും. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ.